السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. اللهم اغفر لنا وارحمنا ولوالدينا ولأساتذتنا ولمشايخنا ولمصنف هذا الكتاب. اللهم ارزقنا فهم النبيين وحفظ المرسلين وإلهام الملائكة المقربين. نويت بأمر هذا ما نوى به الصالحون والعلماء العاملون. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ബാബുൽ ജനായിസിൻ്റെ ബാബാണ്. അതിൽ നാം ചർച്ച ചെയ്യുന്നത് ഒരു മയ്യിത്ത്, ആ മയ്യിത്തിനെ കഫൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നതാണ്. ഈ ബാബിൽ ആദ്യം നിസ്കാരത്തെക്കുറിച്ച്, പിന്നെ ഒരു മയ്യിത്തിനെ കുളിപ്പിക്കുന്നതിനെ സംബന്ധമായ മസലകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ളത് ഒരു മയ്യിത്തിനെ എങ്ങനെ കഫൻ ചെയ്യേണ്ടത് എന്ന മസലയാണ്. വതക്ഫീനുഹു, നമുക്കാദ്യം മത്തിനെ വായിക്കാം. വതക്ഫീനുഹു, മയ്യിത്തിനെ കഫൻ ചെയ്യൽ ബിസാത്തിരി ഔറത്തിൻ, മയ്യിത്തിനെ കഫൻ ചെയ്യലും ഫർദ് കിഫയാണ്. ഏതുപോലെ മയ്യിത്ത് നിസ്കാരം ഫർദ് കിഫയാണ് എന്ന് പറഞ്ഞു, ഏതുപോലെ കുളി പോലെ, അതുപോലെ വതക്ഫീനിഹി, മയ്യിത്തിനെ കഫൻ ചെയ്യലും ഫർദ് കിഫയായതുപോലെ ബിസാത്തിരി ഔറത്തിൻ, ഔറത്ത് മറക്കുന്ന ഒരു സാത്തിറ് കൊണ്ട്, ഔറത്ത് മറക്കുന്ന ഒരു വസ്ത്രം കൊണ്ട്. അപ്പം മയ്യിത്തിനെ കഫൻ ചെയ്യൽ നിർബന്ധമാണ്, ഫർദ് കിഫയാണ്. നമ്മൾ മയ്യിത്ത് കുളിപ്പിക്കുന്ന അവിടെയും അതുപോലെ നിസ്കരിക്കുന്ന അവിടെയൊക്കെ ബാധകമായൊരു മസലയുണ്ട്. ഈ ഫർദ് കിഫയാകുന്നത് ആർക്കാണ്? ഈ മയ്യിത്ത് മരണപ്പെട്ടത് അറിയുന്ന വ്യക്തികൾക്കാണ്. എന്നാൽ മയ്യിത്ത് മരണപ്പെട്ടത് അറിയുന്ന വ്യക്തികൾക്ക്, അല്ലെങ്കിൽ അറിയുന്നത് വീഴ്ച വരുത്തിയ ആളുകൾക്ക്, ഉദാഹരണത്തിന് നമ്മുടെ അയൽവാസിയാണ് മരണപ്പെട്ടത് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ആ അയൽവാസി മരണപ്പെട്ടത് നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ വീഴ്ചയാണ്. അപ്പോൾ നമുക്കും ഫർദ് കിഫയാണ്. ആരും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അതിൽ കുറ്റക്കാരാവും. അപ്പോൾ ഫർദ് കിഫയാവുന്നത് മയ്യിത്ത് മരണപ്പെട്ടത് അറിഞ്ഞവർക്കാണ്, അല്ലെങ്കിൽ അറിയുന്നതിൽ വീഴ്ച വരുത്തിയവർക്കാണ്. എന്നാൽ അറിയാത്തവർക്ക് ഇത് ഫർദ് കിഫയാവുന്നില്ല. മാത്രമല്ല, ഫർദ് കിഫയാവുന്നത് ഒന്നിലധികം ആളുകൾ അറിയുമ്പോഴാണ്. ഒരു വ്യക്തി മാത്രമേ ആ നാട്ടിൽ ആ മയ്യിത്ത് മരണപ്പെട്ടത് അറിഞ്ഞിട്ടുള്ളൂ എങ്കിൽ ആ വ്യക്തിയുടെ മേലിൽ ഫർദ് കിഫയല്ല, മറിച്ച് ഫർദ് ഐനാണ് വരുന്നത് എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസാത്തിരി ഔറത്തിൻ മുഖ്തലിഫത്തിൻ ബിദ്ദുക്കൂരി വൽഉനൂസത്തി, ഈ ഔറത്ത് മറക്കുന്ന വസ്ത്രം അത് വ്യത്യസ്തമാവുന്നതാണ്. ബിദ്ദുക്കൂറത്തി വൽഉനൂസത്തി, പുരുഷനാവൽ കൊണ്ടും സ്ത്രീ ആവൽ കൊണ്ടും. അപ്പോൾ പുരുഷന്മാർക്ക് വേറെ കഫനാണ്, സ്ത്രീകൾക്ക് വേറെ കഫനാണ്. ദൂന രിഖ്യുൽ ഹുരിയത്തി, ഒരു അടിമക്ക് വേറെ കഫന്, സ്വതന്ത്രന് വേറെ കഫൻ എന്നില്ല. അപ്പോൾ ദൂനൽ റിഖ് കൊണ്ടുകൂടാതെ, വൽ ഹുരിയത്തി, സ്വതന്ത്രനാവൽ കൊണ്ടുകൂടാതെ, അടിമയാവൽ കൊണ്ടുകൂടാതെ, അതുപോലെ സ്വതന്ത്രനാവൽ കൊണ്ടുകൂടാതെ. ഫയജിബു ഫിൽ മർഅത്തി, അപ്പോൾ സ്ത്രീകളിൽ നിർബന്ധമാകും, സ്ത്രീകളെ കഫനാണ് വിഷയം, സ്ത്രീകളിൽ നിർബന്ധമാകും. വലൗ അമത്തൻ, ആ സ്ത്രീ അടിമയാണെങ്കിലും ശരി, സ്ത്രീകളെ കഫൻ ചെയ്യുമ്പോൾ അവരിൽ നിർബന്ധമാകും. മാ യസ്തുറു ഗൈറൽ വജ്ഹി വൽ കഫൈനി, മുഖവും മുൻകൈയും മറക്കാത്തത് നിർബന്ധമാകും. മുട്ടുപൊക്കിളിന്റെ ഇടയിൽ മറക്കുന്ന ഒന്ന് പുരുഷന്മാരാകും. അപ്പോൾ സ്ത്രീകളിൽ മുഖവും മുൻകൈയും മറക്കുന്ന, മുഖവും മുൻകൈയും അല്ലാത്തതൊക്കെ മറക്കുന്ന ഒന്നാണ് നിർബന്ധമാവുക. പുരുഷന്മാരിൽ മുട്ടുപൊക്കിളിനിടയിൽ മറക്കുന്ന വസ്ത്രമാണ് നിർബന്ധമാവുക. അത് നമ്മൾ വിശദീകരിക്കും. ഇത് അഖല്ലുൽ കഫനാണ് വ്യക്തമാക്കുന്ന പുരുഷന്മാരുടെയൊക്കെ. പുരുഷന്മാരെ ശരീരം മുഴുവൻ മറക്കണ്ടേ എന്ന് സംശയം ഉണ്ടാവും, അതിൽ സ്ത്രീകളുടേതൊക്കെ അത് നമ്മൾ വിശദീകരിക്കും. വലിക്തിഫാഉ ബിസാത്തിരിൽ ഔറത്തി, ഔറത്ത് മറക്കൽ, ഔറത്ത് മറയുന്നൊരു വസ്ത്രം കൊണ്ട് മതിയാക്കൽ. ഹുവ മാ സഹഹഹു നവവിയ്യു, ഇമാം നവവി റഹിമഹുള്ള സ്വഹീഹാക്കിയ ഒന്നാണ്. ഫി അക്സരി കുതുബിഹി, ഇമാം നവവി റഹിമഹുള്ള തൻ്റെ അധികരിച്ച ഗ്രന്ഥങ്ങളിലും വ്യക്തമാക്കിയത് എന്താണ്? ഔറത്ത് മറക്കുന്ന വസ്ത്രമാണ് നിർബന്ധമാകുന്നത് എന്നാണ്. വനഖലഹു അനിൽ കസീരി അക്സരി, അധികരിച്ച പണ്ഡിതന്മാരെ തൊട്ട്, വനഖലഹു അനിൽ അക്സരീന, ഈ നവവി റഹിമഹുള്ള മുഅ്തമദാക്കി സ്വഹീഹാക്കിയ ഒരു മസ്അല, അതിനെ നഖല് ചെയ്യപ്പെട്ടിട്ടുണ്ട് അനിൽ അക്സരീന, അധികരിച്ച പണ്ഡിതന്മാരെ തൊട്ടും. ലിഅന്നഹു ഹഖ്ഖുല്ലാഹി തആല, കാരണം ഈ മയ്യിത്തിന്റെ മുട്ടുപൊക്കിളിനിടയിൽ മറക്കുന്നതാണെന്ത്? ഹഖ്ഖുല്ലാഹി, അള്ളാഹുവിൻ്റെ ഹക്കിലേക്ക് ചേർത്തിട്ട് അത് നിർബന്ധമാകും. എന്നാൽ മയ്യിത്തിന്റെ ഹക്കിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ഇങ്ങനെയുള്ള മസ്അലകൾ നമ്മൾ വിശദീകരിക്കും. വഖാല ആഖറൂന, ഇമാം നവവി റഹിമഹുള്ള പറഞ്ഞതിന് ഓപ്പോസിറ്റായിട്ട് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞ ഖൗല്, ഇവിടെ ഹാഷിയകളിലൊക്കെ യാനത്തിലൊക്കെ വിശദീകരിക്കുന്ന ഇമാം നവവി റഹ്മഹുല്ല പറഞ്ഞത് ദഈഫായിട്ടാണ് വിശദീകരിക്കുന്നത്. വഖാല ആഖറൂന എന്നുള്ളത് അത് മുഅ്തമദായിട്ടാണ് വിശദീകരിക്കുന്നത്.
അപ്പോൾ വഖാല ആഖറൂന, മറ്റുള്ള ഇമ്മത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, യജിബു സത്തുറു ജമീഇൽ ബദനി, മുഴുവൻ ശരീരവും മറക്കൽ നിർബന്ധമാണ്. വലൗ റജുലൻ, അത് പുരുഷനാണെങ്കിലും ശരി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ശരീരം മുഴുവൻ മറക്കാന്ന് പറയുമ്പോൾ ഇഹ്റാം ധരിച്ച ആളാണെങ്കിൽ, ഇഹ്റാം കെട്ടിയ ആളാണെങ്കിൽ പുരുഷന്മാരുടെ തല ഒഴിവാക്കണം. ഇഹ്റാം കെട്ടിയ സ്ത്രീ ആണെങ്കിൽ അവരുടെ മുഖവും ഒഴിവാക്കണം. അത് മറക്കാൻ പാടില്ല എന്നതാണ് മസല. അപ്പോൾ ശരീരം മുഴുവൻ മറക്കണം എന്നാണ്. വലിൽ ഗരീമി മൻഉ സായിദി അലാ സാതിരി കുല്ലിൽ ബദനി, ശരീരം മുഴുവൻ മറക്കുന്നതിനേക്കാൾ അധികരിച്ചതിനെ മൻഉ ചെയ്യൽ, ശരീരം മുഴുവൻ മറക്കുന്ന വസ്ത്രം അതിൽ നിന്ന് ആർക്ക് ഉറമാക്കൾക്ക്, അതായത് ഒരു മനുഷ്യന് മുസ്തഗരിക്കായ ദൈനുണ്ട്, ഒരു മനുഷ്യൻ്റെ സമ്പത്ത് മുഴുവൻ കൊടുത്താലും അയാളെ കടം വീടി തീരൂല. അങ്ങനെ ഒരു മനുഷ്യനാണെങ്കിൽ ആ കടമുള്ള ആളുകൾ ഇയാളുടെ കഫൻ മുഴുവൻ ചെയ്യാൻ പാടില്ല. മറിച്ച് ഔറത്ത് മറയുന്ന ഭാഗമാണ്, ഔറത്ത് മറയുന്ന ഭാഗം മാത്രം മറച്ച് ബാക്കി അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും പറ്റുകയില്ല. മറിച്ച് ശരീരം മുഴുവൻ മറക്കുന്നതിനെ അവർക്ക് വിലങ്ങാൻ അധികാരമില്ല. ശരീരം മുഴുവൻ മറച്ചതിന് ശേഷം പിന്നെ അക്മലിന് വേണ്ടിയുള്ള 3 ലിഫാഫത്ത്, 3 ചുറ്റുചുറ്റലുണ്ട്, 3 വസ്ത്രം പുരുഷന്മാർക്ക്. അതിനെ അവർക്ക് ഉറമാക്കൾക്ക്, കടമുള്ള ആളുകൾക്ക് വിലങ്ങൽ ജായിസാണ്. എന്നാൽ കടമുള്ള ആളുകൾ ഇല്ലെങ്കിലോ ആ പുരുഷന് 3 വസ്ത്രം കൊണ്ട് മറക്കലും നിർബന്ധമാണ്. അപ്പോൾ ഈ ഇമാം നവവി റഹിമഹുല്ല പറഞ്ഞ അഭിപ്രായം വീക്ഷണം അനുസരിച്ചും മറ്റുള്ള പണ്ഡിതന്മാർ പറഞ്ഞ വീക്ഷണം അനുസരിച്ചും ഉറമാക്കൾക്ക്, കടമുള്ള ആളുകൾക്ക് മയ്യത്തിൻ്റെ ജമീഉൽ ബദന് മറക്കുന്ന ഒന്ന്, ശരീരം മുഴുവൻ മറക്കുന്ന ഒരു കഫൻ, ആ കഫനേക്കാളും അധികരിച്ചതേ ഒഴിവാക്കാൻ നിർവാഹമുള്ളൂ. അല്ലാതെ ഇമാം നവവി റഹിമഹുല്ല സാത്തിറുൽ ഔറത്ത് മാത്രം നിർബന്ധമുള്ളൂ എന്ന് പറഞ്ഞ ഖൗലനുസരിച്ചും ഉറമാക്കൾക്ക് എന്ത് അവകാശമില്ല, അവർക്ക് സാത്തിറുൽ ഔറത്ത് മറക്കുന്നതിനേക്കാൾ അധികമുള്ള വസ്ത്രം അത് ഒഴിവാക്കാൻ അവകാശമില്ല എന്നതാണ് വസ്തുത. ലസ്സായിദി അലാ സാത്തിറുൽ ഔറത്തി, അതേ സാത്തിറുൽ ഔറത്ത് മറക്കുന്നതിനേക്കാൾ അധികരിച്ചത് എന്താണ്, ഉറമാക്കൾക്ക് വിലങ്ങാൻ അവകാശമില്ല. ലിതഅക്കുദി അംരിഹി, കാരണം അതിലുള്ള കൽപ്പന ശർഇൽ വളരെയധികം, ലിതഅക്കുദി അംരിഹി, അതിൻ്റെ കൽപ്പന അത് വളരെയധികം ശക്തമായതിന് വേണ്ടി, വളരെ ശക്തിയായിട്ടാണ് ശർഅ അത് കൽപ്പിച്ചിട്ടുള്ളത്. വകൗനുഹു ഹഖ്ഖൻ ലിൽ മയ്യിത്തി ബിന്നിസ്ബതി ലിൽ ഉറമായി, ഇത് മയ്യിത്തിൻ്റെ ഹക്കാകൽ, ഈ സാത്തിറുൽ ഔറത്ത് മയ്യിത്തിൻ്റെ ഹക്കാകൽ ബിന്നിസ്ബതി ലിൽ ഉറമായി, ഈ ശരീരം മുഴുവൻ മറക്കുന്നത് മയ്യത്തിൻ്റെ ഹക്കാകൽ ബിന്നിസ്ബത്തിലുള്ള ഉറമായി, കടമുള്ള ആളുകളിലേക്ക് ചേർത്ത് നോക്കിയിട്ടാണ്. അക്മലുഹു, ഇനി അതിൻ്റെ അക്മൽ വിശദീകരിക്കാണ്. അപ്പോൾ നമ്മളിവിടെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, കഫനിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് അള്ളാഹുവിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ശരീരത്തിലെ സാത്തിറുൽ ഔറത്ത് മറക്കുന്ന വസ്ത്രമാണ്. ഇത് ഇമാം ഇബ്നു ഹജ്റിൽ ഹൈത്തമി റഹിമഹുല്ലയുടെ അഭിപ്രായമാണ്. അപ്പോൾ മയ്യത്ത് വസിയ്യത്ത് ചെയ്തു, എൻ്റെ ഔറത്ത് മറക്കുന്ന വസ്ത്രത്തിലധികം എന്നെ മറക്കാൻ പാടില്ല, ഔറത്ത് മറക്കുന്ന വസ്ത്രത്തിന് മേലെ എൻ്റെ കഫൻ ചുരുക്കണം എന്ന് മയ്യത്ത് പറഞ്ഞാൽ അതിൻ്റെ മേൽ ചുരുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങ് ചുരുക്കണം. അതാണ് ഇമാം ഇബ്നു ഹജ്ർ ഹൈത്തമി റഹിമഹുല്ലയുടെ മുഅ്തമദ്. എന്നാൽ ഇമാം റംലി റഹിമഹുല്ല പറഞ്ഞത് സാത്തിറു ജമീഉൽ ബദൻ, ശരീരം മുഴുവൻ വസ്ത്രം മറക്കുന്ന വസ്ത്രത്തെക്കാൾ ഒരാൾക്കും കുറക്കാൻ പറ്റൂല, മയ്യത്ത് വസിയ്യത്ത് ചെയ്താലും കുറക്കാൻ പറ്റൂല. അപ്പോൾ ഇബ്നു ഹജ്ർ ഹൈത്തമി തങ്ങളുടെ ഖൗലനുസരിച്ച് ശരീരം മുഴുവൻ മുട്ടുപൊക്കിലിനിടയിൽ മറക്കുന്ന സാത്തിറുൽ ഔറത്ത് എന്താണ്, അള്ളാഹുവിൻ്റെ ഹക്കിലേക്ക് പോയിട്ട് നിർബന്ധമാണ്. അപ്പോൾ മയ്യത്ത് വസിയ്യത്ത് ചെയ്തു, അതിൻ്റെ മേൽ മാത്രം ചുരുക്കാൻ, അപ്പോൾ അതിൻ്റെ മേൽ മാത്രം ചുരുക്കണം. എന്നാൽ ഒബിൻ നിസ്ബത്തിൽ ഉറമാക്കളിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ശരീരം മുഴുവൻ മറക്കുന്ന വസ്ത്രമാണ്. അപ്പോൾ കടമുള്ള ആളുകൾക്ക് എന്താണ്, ശരീരം മുഴുവൻ മറക്കുന്ന വസ്ത്രത്തിനേക്കാളും ഉള്ള വസ്ത്രങ്ങൾ എന്ത് ചെയ്യാം, മന ചെയ്യാം. എന്നാൽ അതിനേക്കാളും ആ ശരീരം മുഴുവൻ മറക്കുന്ന വസ്ത്രം അതിന് മന ചെയ്യാൻ എന്തില്ല, കടമുള്ള ആളുകൾക്കും അവകാശമില്ല. എന്നാൽ വറസത്തിലേക്ക്, അതുപോലെ മയ്യത്തിൻ്റെ ഹക്കിലേക്ക് നോക്കിയിട്ട് ശരീരം മുഴുവൻ 3 വസ്ത്രം കൊണ്ട് ചുറ്റൽ നിർബന്ധമാണ്. അതുമാണ് വാക്മലുഹു എന്ന് പറഞ്ഞാൽ അത് പരിപൂർണ രൂപമാണെന്ന്, പക്ഷെ അത് വാജിബായ ഉജൂബൻ പരിപൂർണമായ രൂപമാണ്, അല്ലാതെ അത് മറക്കൽ നിർബന്ധമില്ല എന്നൊരിക്കലും, ഈ 3 വസ്ത്രം നിർബന്ധമില്ല എന്നൊരിക്കലും മനസ്സിലാക്കരുത്. അപ്പോൾ അക്മലുഹിൻ്റെ അക്മലി ദക്കരി, പുരുഷന് 3 വസ്ത്രമാണ്. യഅ്മു കുല്ലും മിൻഹുമ, അതിൽ നിന്നുള്ള എല്ലാ വസ്ത്രങ്ങളും ആമാക്കും, വ്യാപകമാക്കും അൽ ബദന, ശരീരത്തെ. വജാസ അൻ യുസാദ തഹ്തഹ ഖമീസും വഅമാമത്തുൻ, അതിന് പുറമെ ഒരു ഖമീസ്, ഒരു നീളക്കുപ്പായവും തലയെക്കെട്ടും കൂട്ടിക്കൊടുക്കൽ ജായിസാണ്. പക്ഷേ അത് ഖിലാഫുൽ അഫ്ളലാണെന്ന് മഹാന്മാർ വ്യക്തമാക്കുന്നത് കാണാം. അപ്പോൾ 3 വസ്ത്രം, ശരീരം മുഴുവൻ മറക്കുന്ന 3 വസ്ത്രമാണ് പുരുഷന്മാരുടെ കഫന്. അതിനേക്കാളും ഖമീസും അമാമത്തും കൂട്ടൽ ജായിസാണ്. ഇബ്നു ഉമർ റഹിമഹുല്ലയുടെ കഫൻ ചെയ്തതൊക്കെ ഖമീസും അമാമത്തും കൂട്ടിയിട്ടാണെന്ന് പറയുന്നത് കാണാം അയിമ്മത്ത്. അപ്പോൾ പക്ഷേ അത് നമ്മുടെ മദ്ഹബ് അനുസരിച്ച് അത് അഫ്ളലല്ല, അഫ്ളൽ 3 വസ്ത്രത്തിന് മേൽ ചുരുക്കലാണ്. വലിൽ ഉൻസ, സ്ത്രീകളെ പോലെ തന്നെയാണ് ഹുൻസന്റെ മസല എന്ന് പറയേണ്ടതില്ല. ഇസാറുൻ
ഫഖമീസുൻ, ഒരു അരയുടുപ്പ് വേണം. ഫഖമീസുൻ, പിന്നെ ഒരു നീളക്കുപ്പായം. ഫഹിമാറുൻ, പിന്നെ ഒരു മുഖമക്കന. ഫലിഫാഫത്താനി, പിന്നെ 2 ശരീരത്തെ മുഴുവൻ ചുറ്റുന്ന 2 വസ്ത്രങ്ങളും. അപ്പോൾ നമുക്ക് ഇന്നിവിടെ നിർത്താം. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك فاغفر لي ذنبي إنه لا يغفر الذنوب إلا أنت. تقبل الله منا ومنكم إنما يتقبل الله من المتقين. اللهم اجعلنا من المتقين بسر أسرار الفاتحة.